നിങ്ങളുടെ എക്സിൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ കുറച്ച് ചതികൾ അല്ലെങ്കിൽ വഞ്ചനകളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഈ 7 ഓഫ് സോർട്സ് കണ്ടോ? ഈ 7 ഓഫ് സോർട്സ് കാണിക്കുന്നത് ഇവർ പരസ്പരം വേറെ ചെയ്തിരുന്ന മാസ്ക് ഇപ്പോൾ റിവീൽ ആയിരിക്കുകയാണ്. ഇത് ശരിക്കും നിങ്ങളുടെ എക്സിൻ്റെ കർമ്മയാണ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. പലതരത്തിലുള്ള ചതികളും വഞ്ചനകളും ഒക്കെ ഇപ്പോൾ ഇവരുടെ ഇടയിൽ പുറത്തു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എക്സും തേർഡ് പാർട്ടിയും വരുന്നത് 2 റിലേഷനിൽ നിന്നാണ്. അതായത് നിങ്ങളുടെ എക്സ് നിങ്ങളെ വിട്ടിട്ട് പോയി, അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടിയും വേറൊരു ബന്ധം ബ്രേക്കപ്പ് ആക്കിയിട്ട് വന്നതാണ്. അവർ ശരിക്കും 2 പേരും ഒരുമിച്ചത് ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഇവർ ചിന്തിച്ചിരുന്നത് ഇത് ഇവരുടെ പെർഫെക്റ്റ് ചോയ്സ് ആണെന്നാണ്. ഇവർ തമ്മിൽ ഒരുപാട് സെക്ഷൽ എനർജിയും ഉണ്ടായിരുന്നു. ഇവരുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർക്ക് ഭയങ്കര എനർജി വൈസ് ഒരു ഭയങ്കര ഇതായിരുന്നു ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പക്ഷേ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തിയോട് പ്രിറ്റൻഡ് ചെയ്യുകയായിരുന്നു. അതായത് പ്രിറ്റൻഡ് ചെയ്തിരുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളുടെ എക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നാണ്. പക്ഷേ അത് ശരിക്കും ഒരു കളവായിരുന്നു. സത്യത്തിൽ ഇത് നിങ്ങളുടെ എക്സിൻ്റെ കർമ്മയാണ്. കാരണം ഈ വ്യക്തി നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്ത് പോയത് ഈ ഒരു റൊമാൻറ്റിക് പേഴ്സണ് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ തേർഡ് പാർട്ടി മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ എക്സ് ആയിട്ടൊരു റിലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, 7 ഓഫ് സോർട്സ്, 8 ഓഫ് സോർട്സ്, 9 ആൻഡ് 10 ഓഫ് സോർട്സ്. ഈ സോർട്സിൻ്റെ എനർജി ഫുള്ള് കാണിക്കുന്നത് ഇതൊരു കാർമിക് ലെസൺ ആണെന്നുള്ളതാണ്. നിങ്ങളുടെ എക്സിന് ചെയ്തു പോയ തെറ്റുകളെ ഓർത്തിട്ട് റിഗ്രഷൻ ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കർമ്മയുടെ ഒരു ടൂളായിരുന്നു. കാരണം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ എക്സിനെ ഈ കാർമിക് സൈക്കിളിലേക്ക് എത്തിക്കാനുള്ള ഒരു റീസണായി എന്ന് മാത്രം. അപ്പോൾ അവർ ഈ ഒരു ടൂൾ മാത്രമായിരുന്നു. റിലേഷൻ ഈ കണക്ഷൻ ബ്രേക്കപ്പ് ആയതിൽ ഇപ്പോൾ നിങ്ങൾ സ്വയം പണിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, എന്തുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും ടെൻഷനും ഒക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. എന്നാൽ സത്യത്തിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതൊരു കാർമിക് ലെസണാണ്. ഈ തേർഡ് പാർട്ടി ആയിട്ടൊരു റിലേഷൻ ഉണ്ടാകുന്നതും ഈ പെയിനും സഫറിങ്സും എല്ലാം അനുഭവിക്കണമെന്നതും അവരുടെ കർമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10 ഓഫ് വൺസ് കണ്ടോ, ഇത് ശരിക്കും അവർക്ക് കിട്ടുന്ന ഈ പണിഷ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ജഡ്ജ്മെൻറ്റും വീൽ ഓഫ് ഫോർച്യൂണും എടുത്തു വെച്ചിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റും വീൽ ഓഫ് ഫോർച്യൂണും കാണിക്കുന്നത് ഡെഫിനറ്റ്ലി അവരുടെ കർമ്മയാണ് ഷോ ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മയിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവരുടെ ലൈഫിൽ 2 രീതിയിലാണ് വർക്കാകുന്നത്. ഒന്ന്, അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനുള്ള ഒരു കർമ്മ അവർ അനുഭവിക്കുന്നു. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ അവരുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മയും അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ഓഫ് കോയിൻസ് കാണിക്കുന്നത് ഇപ്പോൾ അവർ ശരിക്കും റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റിനുള്ള കർമ്മയാണ് അവരിപ്പോൾ അനുഭവിക്കുന്നതെന്ന്. അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുമുണ്ട്. ആ ഒരു കർമ്മയുടെ റിസൾട്ടാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇനിയുള്ളത് 9 ഓഫ് വൺസ് ആണ്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. അവരിപ്പോൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോൾ പുറത്ത് വരാൻ ഒരു വഴിയില്ല. ആ കാർഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ ശരിക്കും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സിനെ ശരിക്കും ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലും പുറത്തു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ സഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി ഇപ്പോൾ ഹെൽത്ത് വൈസ് ഒട്ടും തന്നെ ഓക്കെ അല്ല. കാരണം ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. മെൻ്റലി വീക്കായതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് അവർ ഓക്കെ അല്ല. അപ്പോൾ ഈ കാർഡ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരും, അവർക്ക് പറ്റിയ തെറ്റിന് മാപ്പ് ചോദിക്കുന്നതിനായിട്ട്.
അവർ നിങ്ങളോട് പറയും അവർ ട്രാപ്പിൽ പെട്ടുപോയതാണ് എന്നെല്ലാം അവർ നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. ഈ ചാരിയറ്റ് കാർഡ് നോക്കണം കേട്ടോ. അപ്പോൾ ആ വ്യക്തിക്ക് അറിയാം അവർ പെട്ടുപോയി എന്നുള്ളത്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അത് ശരിക്കും അവർക്കൊരു ഡിസാസ്റ്ററാണ്. കാരണം നിങ്ങൾ അവരെ സ്വീകരിക്കാൻ പോകുന്നില്ല. അവർ നിങ്ങളോട് ചെയ്തതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ പോകുന്നില്ല. അതുപോലെ ഇരിക്കുന്ന 2 കളർ ബ്ലാക്കും വൈറ്റും എന്ന് പറയുന്നത് ശരിക്കും 2 ഡിഫറെൻറ്റ് തോട്ട്സിനെയാണ് കാണിക്കുന്നത്. ആ വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. കാരണം അവർ എത്രമാത്രം സഫർ ചെയ്യുന്നു എന്നുള്ളത് അവർ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. നിങ്ങളുടെ ഹീലിങ്ങിനും കുറച്ച് സമയം എടുക്കും. നിങ്ങൾ കുറച്ചും കൂടെ താഴേക്ക് വരും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ഫീലിങ്സിലൊക്കെ നല്ലതായിട്ട് മാറ്റം വരും. അവർ നിങ്ങളോട് എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം നിങ്ങൾ മറക്കും, ക്ഷമിക്കും. അവർ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ മെസ്സേജ് ഒക്കെ അയക്കും എന്തായാലും. പക്ഷേ ഞാനൊരിക്കലും അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം അത് മിക്കവാറും കളവായിരിക്കും. അവർ സ്വയം ബ്ലെയിം ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്തൊക്കെ നോൺസെൻസ് ആയിരുന്നു, അങ്ങനെയൊക്കെ. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളോട് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ അവർ എത്രമാത്രം സ്ട്രെസ്ഫുൾ ആണെന്നുള്ളത് അവരൊരിക്കലും നേരിട്ട് നിങ്ങളോട് പറയില്ല. എന്നാൽ പകരം അവർ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. അതായത് നിന്നെപ്പോലെ ആരുമില്ല, നീയാണ് എൻ്റെ ബെസ്റ്റ് പാർട്ട്ണർ, നിന്നോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും ആ വ്യക്തി കരഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിക്കുമോ? നിങ്ങൾ അവരെ സ്വീകരിക്കുമോ? അപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങളെ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവരൊരിക്കലും വേറൊരു വ്യക്തിയെ ചൂസ് ചെയ്യില്ലായിരുന്നു, വേറെ ഒരാളെ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. അവർ തേർഡ് പാർട്ടിയുടെ പുറകെ പോയി എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾറെഡി അവർ ഈ ബന്ധം മടുത്തു എന്ന് തന്നെയല്ലേ. അവർ ചേഞ്ചായി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അവരൊരിക്കലും മാറില്ല. അവർ നിങ്ങളുടെ മുമ്പിൽ ഒരു മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം തേർഡ് പാർട്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കില്ല. നിങ്ങളൊന്ന് നോക്കിയേ, ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ എക്സ് ആയിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ തിരിഞ്ഞു നോക്കത്തോലുമില്ല. ദേ ആർ സോ സെൽഫിഷ്. അവർ നല്ല സെൽഫിഷാണ്. അവർ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ ബന്ധത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർ ആഗ്രഹിച്ച ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ഒന്നും അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒരു ഓപ്ഷനാക്കി വെച്ചിരിക്കുകയാണ്. തേർഡ് പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ നിങ്ങളുടെ അടുത്ത് വരാം. അങ്ങനെയാണ് അവരുടെ ഇപ്പോൾ ഉദ്ദേശം. നിങ്ങൾ അവർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ വീണ്ടും തേർഡ് പാർട്ടിയെ തേടിപ്പോകും. തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് കിട്ടാത്തതെല്ലാം ഇവിടുന്ന് കിട്ടും. അതാണിപ്പോൾ അവരുടെ ചിന്തകൾ. നിങ്ങളൊരു വ്യക്തിയുടെ ഓപ്ഷനാകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ്സിൻ്റെ ചാർജറാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു ഡോർമാറ്റ് ആകേണ്ടി വരും. നിങ്ങൾക്ക് സെൽഫ് ലവും സെൽഫ് വാല്യൂം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ. ഇപ്പം നിങ്ങളുടെ മകനോ മകളോ സിസ്റ്ററോ ബ്രദറോ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നിങ്ങൾ പറയുമോ അവരോട് വീണ്ടും ക്ഷമിച്ച് ഡോർമാറ്റായിട്ട് നിൽക്കാൻ പറയുമോ, അതോ ഈ ബന്ധം വലിച്ചെറിഞ്ഞ് ദൂരെ കളയാൻ പറയുമോ? നിങ്ങൾ പറയും ഈ ബന്ധം വലിച്ചെറിയുക, അല്ലെങ്കിൽ ഈ ബന്ധം പോകാൻ പറയുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ പറയും. അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. എന്നാൽ നിങ്ങളോട് ഒരിക്കലും അത് പറയില്ല. ബിക്കോസ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നിങ്ങൾ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങളത് സഹിക്കില്ല. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിച്ചു, പക്ഷേ അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനും പഠിച്ചു. എന്നാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചില്ല. ഇതാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം. സ്വയം സ്നേഹിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വില കൂടിയ സാധനങ്ങൾ നിങ്ങൾ സ്വയം വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നതല്ല. നിങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. ടോക്സിക് പേഴ്സൺ ആണെങ്കിൽ അയാളെ പുറത്ത് കളയാൻ ഓക്കെ ആണെന്ന് നിങ്ങൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യുക. ഒരു വ്യക്തിക്ക് ആക്സിഡൻറ്റ് വന്ന് അവരുടെ കയ്യോ കാലോ ചതഞ്ഞെറിഞ്ഞു പോയാൽ നമ്മൾ ആ പാട്ട് എന്തായാലും കട്ട് ചെയ്ത് കളയും അല്ലേ. കാരണം ലൈഫ് എന്ന് പറയുന്നത് ഒരു അവയവത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ എത്ര പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിലും അയാളൊരു ടോക്സിക് പേഴ്സൺ ആണെങ്കിൽ അയാളെ ഒഴിവാക്കിയേ മതിയാവൂ. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു റിസ്ക്കും അവർ തയ്യാറാകില്ല, ഏറ്റെടുക്കില്ല. വഴക്കും പിണക്കങ്ങളും സെപ്പറേഷനും ഒക്കെ എല്ലാവരുടെ ഇടയിലും ഉണ്ടാകും. അത് 1-2 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും നോർമലാവും. പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അവർ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. അതാണ് ശരിക്കും റിയൽ ലവ് എന്ന് പറയുന്നത്.
എന്നാൽ നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോകുന്നൊരു വ്യക്തി തിരിച്ചു വരുന്നത് അവർ പ്രതീക്ഷിച്ച സന്തോഷവും സ്നേഹവും കിട്ടാതെ വരുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബന്ധങ്ങളെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം.